1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒട്ടും താമസിക്കാതെ കാര്യക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ബിജുകുട്ട ചേട്ടാ ആൻഡ് മണിക്കുട്ട. നമസ്കാരം. നമുക്ക് ഉഷാറായിട്ട് തുടങ്ങാം. നമ്മളെ കാണാനും കൈയടി വെച്ച് പ്രോത്സാഹിപ്പിക്കാനും പീച്ചി ഡാമിന്നല്ല പീച്ചി ആൾക്കാർ വന്നിട്ടുണ്ട്. ഹലോ, ഇനി വന്നാ ആസ്വദിച്ച് മതിമറന്ന് ചിരിച്ചോണം. ആദ്യത്തെ സ്കിറ്റ് എടുക്കട്ടെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ പുതിയൊരു കോമ്പിനേഷൻ ഇറക്കട്ടെ. മണിക്കുട്ട ചേട്ടനുണ്ട്, നമ്മുടെ അമലുണ്ട്, കൂടെ രാജേഷ് പാലോട് ഒരു വലിയ കൈയടി. എന്റെ ദൈവമേ, ആ മുറിയിലില്ല, ഇപ്പുറത്തെ മുറിയിലില്ല, കവലെ പോയി നോക്കി അവിടെ ഇല്ല. ഇവിടെ നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരുന്ന മനുഷ്യനാ. ഹലോ 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 അപ്പച്ചി, അപ്പച്ചി പപ്പനെ കാണുന്നില്ല അപ്പച്ചി. അതായിരുന്ന ഞാനോർത്ത് മുട്ടയിടുന്ന കോഴി അങ്ങനെ ചത്തു. ഒരു 250 രൂപയുടെ കോഴിയുടെ വില പോലും ഇല്ലേ അപ്പച്ചി എന്റെ അപ്പന്? ഓ പിന്നെ കാര്യമൊക്കെ കൊള്ളാം. ആ പെരമ്പറപ്പ് എന്റെ പേരിൽ ഇങ്ങനെ എഴുതി തന്നേക്കണുള്ള കാര്യം. ആദ്യം അപ്പന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാട്ടെ, എന്നിട്ട് എഴുതി തരുത്. മാമനത് അവിടെ ഉണ്ടോ? അങ്ങനെ എന്തിനാ വിളിക്കണേ? ഒരു ജീവിയാക്കാത്ത മനുഷ്യൻ അവിടെ വന്നിട്ട് എന്ത് കാണിക്കാൻ? അപ്പച്ചി ഞാനല്ലാണ്ട് ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാ? മാമനൊന്നും പറഞ്ഞു വിടോ അപ്പച്ചി. എനിക്ക് പറഞ്ഞു വിടാ പെരമ്പറമ്പിന്റെ കാര്യം മറക്കാൻ നിൽക്കല്ലേട്ടാ. പറഞ്ഞു വിട തള്ളേ. വേറെ ആരും? ആ കരയോഗം പ്രസിഡന്റ് വിളിക്കാം. ഹലോ ഹലോ, കരയോഗം പ്രസിഡന്റ്. പ്രസിഡന്റ് ഇത് എവിടെയോ? ഞാൻ ന്യൂയോർക്ക് സിറ്റി നിൽക്കണടാ. അവിടെ എന്നാ പരിപാടി? കാളയ്ക്ക് മൂക്കേറ് വാങ്ങിക്കാൻ വന്നത്. ഉറങ്ങണില്ലേ? അപ്പം നിനക്ക് അറിയാം, അറിഞ്ഞു വെച്ചോണ്ട് ചോദിക്കാണ്. പച്ചപ്പാരാത്രി വിളിച്ച് കിന്നാര പറയാതെ കാര്യം പറടാ. പ്രസിഡന്റ്, എന്റെ അച്ഛനെ കാണുന്നില്ല പ്രസിഡന്റ്. എന്റെ പൊന്നെ അവിടെ പറഞ്ഞ ഞാൻ എടുത്തിട്ടില്ല നിന്റെ അച്ഛന്. എടോ താൻ എടുത്തെന്ന് ഞാൻ പറഞ്ഞോടോ. പിന്നെ എടോ എന്റെ അച്ഛനെ ഇവിടെ ഒരു കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു, എന്നിട്ട് അച്ഛനെ കാണുന്നില്ലെന്ന്. കഞ്ഞി കുടിക്കുമ്പോ ആരെങ്കിലും അച്ഛനെ തിരക്കോ? അച്ചാറല്ലേ തിരക്കൂ. ഈ സാധനം ഇവിടെ വന്നടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ലേ ഫോണിൽ കൂടെ മെഴുകി വെച്ചത്. എനിക്ക് തിളക്കാതെ. അതെ, പ്രസിഡന്റ് ഒന്ന് വേഗം കേട്ടോ. ആരെ വിളിക്കാനെ എവിടെ കഞ്ഞി വിളമ്പി വെച്ചിട്ട്. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കാറ്റൻ മൺവിളക്കൂതിയില്ലേ, കൂരിരുൾക്കാവിന്റെ മുറ്റത്തെ വിഷമം എന്റെ വിരല് വരെ അഭിനയിക്കും. ഇതിന്റെ പാതി മുഖത്ത് വന്നായിരുന്നെങ്കിൽ എന്നേ രക്ഷപ്പെട്ടെ. അല്ല, ഇതെന്നീ കപ്പയായിട്ട് കയറി വന്നേക്കണേ. ഇതെന്നീ കപ്പ ചെവി കേക്കത്തില്ലല്ലോ. ഇതെന്നീ കപ്പയായിട്ട് കയറി വന്നേക്കണേന്ന്. പിന്നെ ഞാൻ കപ്പയും കൊണ്ട് വരാതെ കപ്പ പിന്നെ ഗൂഗിൾ മാപ്പ് ഇട്ട് വരുവോ? എന്റെ ദൈവം, അതാണോ പറഞ്ഞത്? ഈ രാത്രി കപ്പയും കൊണ്ട് എന്തിനാ വന്നേന്ന്? എടാ നീ അല്ലടാ എന്റെ പെണ്ണുമ്പിള്ളെ വിളിച്ചു പറഞ്ഞത്. എന്നത്? നിന്റെ കപ്പ കാണാനില്ല, അതുകൊണ്ട് നിനക്ക് വിഷമമാന്ന്. ഈശ്വര, കപ്പ കാണാനില്ല നല്ല പറഞ്ഞത്. എന്റെ പപ്പയെ കാണാനില്ല, അതുകൊണ്ട് വിഷമാന്നാ പറഞ്ഞത്. പപ്പയെ കാണാനില്ല? ആ പോത്തന്തിരാ പിന്നെ കപ്പ കാണാനില്ലെന്ന് എന്നോട് പറഞ്ഞത്. എനിക്കറിയത്തില്ല. അതുകൊണ്ടല്ലേ ഞാൻ വല്ലോന്റെയും പറമ്പിൽ നിന്ന് ഒരു കപ്പയും പിഴുതോണ്ട് വന്നത്. അത് മോട്ടിച്ചതായിരുന്നോ? അല്ലാതെ വാടകയ്ക്ക് ആയിരിക്കുന്ന എന്റെ വീട്ടിൽ പിന്നെ കിഴങ്ങായിരിക്കുന്നത്. ശരിക്കും എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നു? എവക്കിത് ചെവി കേൾക്കാത്തതിന്റെ കുഴപ്പമില്ലയോ? നമ്മള് പിന്നെ നോർമൽ ആണല്ലോ. ഞാൻ നോർമലാണോന്നോ? നോർമലാണോന്നല്ല പറഞ്ഞത്, നോർമൽ ആണല്ലോ ഒന്ന്. ശരിക്കും എന്താ? എവിടെ പോയടാ ഇവൻ? എവിടെ പോയെന്നറിയാമെങ്കിൽ ഞാൻ പോയി കണ്ടുപിടിച്ചോണ്ട് വരത്തില്ലേ? എന്റെ ബലമായ സംശയം യവനെ കാണാതെ പോയതാണ്. എടാ മക്കളെ, അതെ വന്നേ. നമ്മുടെ ആ കുളിക്കടവ് പൂട്ടിയിട്ടേക്കല്ലായിരുന്നോ? പൂട്ടിയിട്ടേക്കുവാ. അടുത്ത കാലത്തെ കാണോ അത് തുറന്നോ? തുറന്നില്ല. നമ്മുടെ സരിത കൊട്ടകയില്ലേ, അവിടെ രാവിലെ നൂൺ ഷോ വല്ലതും തുടങ്ങിയോ? തുടങ്ങിയില്ല. നമ്മുടെ കുന്നുമേൽ ശാന്തയില്ലേ, നാട് വിട്ടുപോയത് അവള് തിരിച്ചെങ്ങാനും വന്നോ? ഇല്ല. അപ്പം നിന്റെ അച്ഛനെ കാണാതെ പോയതാ, നാട്ടിലെങ്ങും ഇല്ല. ഒരുപാട് വീട്ടിൽ കയറി വന്നിട്ട് അനാവശ്യം പറയല്ലോ കേട്ടോ.
നിനക്ക് അനാവശ്യം, അയാൾക്ക് ആവശ്യമാടാ. അല്ല ശരിക്കും എന്താ സംഭവിച്ചേ? ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞാ ഞാനും അച്ഛനും അവിടെ നിന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. നീ അച്ഛനും കൂടെ കഞ്ഞി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ആര് പറഞ്ഞു മനസ്സിലാക്കും? ഞാനും എന്റെ അച്ഛനും കൂടി അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചോണ്ടിരിക്കുവായിരുന്നു. കഞ്ഞി കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കഷിക്ക് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. ചമ്മന്തി വേണമെന്ന് പറഞ്ഞ് ഞാൻ അടുക്കളയിലേട്ട് മെല്ലെ ചെന്നു. അടുക്കളയിലോട്ട് മെല്ലെ ചെന്നു, കേട്ടു. ഇത്രയും പറഞ്ഞു ഒപ്പിച്ച്. ഇത് ഒച്ചയെ പറഞ്ഞുകൊണ്ട് ഇമോഷൻ ഇടാനും പറ്റണില്ല, മീറ്ററും തെറ്റിപ്പോണു. അങ്ങനെ ഞാൻ അടുക്കളയിൽ ചെന്ന് കഞ്ഞി വെച്ച് അവിടുന്ന് തിരിച്ചിറങ്ങി വന്നപ്പോഴേക്കും ഞാൻ ഇവിടെ ചമ്മന്തി എടുത്തിട്ട് വന്ന് ആ സീറ്റിലിരുന്നപ്പോ എടാ മക്കളെ, ഇത് അവൻ എന്നോട് ഒരിക്കൽ പറഞ്ഞ് നിന്റെ വിഷമം. ഞാൻ അന്നേരം അവനോട് ചേടാ നമുക്ക് അവനൊരു കൊച്ചിനെ കണ്ടുപിടിക്കണം. അങ്ങനെ ഞങ്ങൾ പോയൊരു പെണ്ണിനെ കണ്ട് ജീവനത്തിന്റെ കാര്യം പറഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയത്. നീ കരയണ്ട, അവനും ഞാനും കൂടെ പോയി വേറൊരു പെണ്ണെ നിനക്ക് കെട്ടിച്ചു തരും, കരയണ്ട. ചെടിന്ന് പറഞ്ഞ പുളിന്ന് കേട്ടിട്ട് വടിന്ന് പറയണവനാണല്ലോ എന്റെ പൊന്നു കർത്താവ്. ഞാൻ സഹായത്തിന് വിളിച്ചെന്ന് ഓർക്കുള്ള എന്റെ മാമന്റെ ചെവിയിലേ ഒരു സാധനമില്ലായിരുന്നോ? ആ ചെവി ഇയർഫോണോ? അതെന്ത്യേ? അതിന്റെ കാര്യമൊന്നും പറയണ്ടാവേ. കഴിഞ്ഞ ആഴ്ച നീ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ താളം തെറ്റുന്നത്. നീ കൊടുക്കുന്ന കഴിഞ്ഞ ആഴ്ചയില് ഞാൻ ടൂറ് പോയായിരുന്നു മലേഷ്യക്ക്. അവിടെ വെച്ചെങ്ങാണ്ട് കാണാതെ പോയടാവേ. ആണല്ലേ? അവിടെ ചെന്നപ്പോ ഞാൻ ആകെ പെട്ടുപോയി. ആഹാരം പോലും കഴിക്കാൻ നിവർത്തിയില്ല. അവിടുത്തെ ആഹാരം അറിയാവോ? അവിടുത്തെ ആഹാരം എന്നെ അറിയാം. നമ്മുടെ ഇവിടുത്തെ കണക്കൊന്നും അല്ല. അവിടെ പല്ലി, പാറ്റ, എലി അങ്ങനെയൊക്കെയാണ്. ഞാനൊരു തട്ടുകടയിൽ ചെന്ന് ദോശ ചോദിച്ച അവിടെ കിട്ടണ സാധനം അത്. അപ്പൊ അവിടെ ദോശക്ക് വേറെന്തോ പറയുന്നത് ടപ്പിയോക്കാന്നങ്ങണ്ടാ പറയുന്നത്. നോക്കണായിരുന്നു, അവര് നിർത്തി കത്തിച്ചാൻ. അപ്പൊ അവരെനിക്ക് എന്തോ കൊണ്ട് തന്ന. എന്നതാ? അപ്പൊ ഞാൻ അടുത്തിരുന്ന ഒരാളോട് അയാള് തമിഴന്, അയാള് പറഞ്ഞ് ഇത് കുഴിമുയലാണെന്ന. തമ്പുരാനെ പെരിച്ചാഴി. ഞാനത് മുയലാണെങ്കിലും ഞാനത് കഴിച്ച് വിഷമമുണ്ട്, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആകെയുള്ള ഒരു പ്രാർത്ഥന എന്തോരെന്നറിയാവോ? ദൈവമേ അവിടെ ചെന്നിട്ട് പെരിച്ചാഴിയെ കഴിക്കാൻ ഇടവരുത്തരുതേന്നായിരുന്നു. കൺഗ്രാചുലേഷൻസ്. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. പെരിച്ചാഴിയെ കഴിക്കാനുള്ള ഇടം വരുത്തിയിട്ടില്ല. ദൈവമേ ഏത് നേരത്താണ് സഹായത്തിന് ഇങ്ങനെ വിളിക്കാൻ? നീ എന്തിനാടാ കരയുന്നേ? പിന്നെ അച്ഛൻ കാണാതെ പോയി ഞാനിവിടെ കിടന്ന് മന്മദരസ മന്മദരസ അടി വെച്ചായിരുന്നു കേട്ടോ. നിന്റെ അച്ഛനല്ലേ കാണാതെ പോയത്? അപ്പൊ നീ കിടന്ന് ഇങ്ങനെ കളിക്കുകയാണോ വേണ്ടത്? ശരി, എത്ര വെള്ളടി പാടായി പോണെന്റെ കർത്താവേ. വിളിച്ചു വരുത്തേണ്ട ഒരു കാര്യമുള്ള കാര്യമായിരുന്നില്ല. എടാ മക്കളെ, നീ കിടന്ന് കരയാതെ. നിനക്കിപ്പോ എന്നാ വേണ്ടത്? അച്ഛനെ കണ്ടുപിടിക്കണം. കുഴിമന്തി വേണോ? ഒന്നുമില്ലേ പറഞ്ഞിട്ട് അവന് മനസ്സിലാവും. എടാ നീ വന്നേടാ, എന്റെ നിക്കറിൽ എന്തോ കിടക്കുന്നു. ഇതെന്നെ ഇയർഫോൺ ആണോ? പിന്നെ എന്റെ ചെവി വെക്കുന്ന ഇതെന്നാടാ? നിങ്ങൾക്ക് ഇയർഫോൺ, എനിക്കിത് ദൈവ. അപ്പൊ മലേഷ്യ കാണാതെ പോയതല്ല? അല്ല, എന്റെ നിക്കറിലുണ്ടായിരുന്നു. മലേഷ്യ പോയപ്പോ നിക്കർ കൊണ്ടുപോയില്ലേ? എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം? എന്തിനു പോയതോടോ? വെച്ചോ. അപ്പൊ മാമ അച്ഛനെ കാണുന്നില്ല. ഇതെന്തിനാടായിരുന്നു ഒച്ച വെക്കുന്നത്? അത് ശരി, ഇപ്പൊ എന്റെ കുഴപ്പമായോ? അച്ഛനെ കാണുന്നില്ലെന്ന് വാട്സപ്പിൽ നമുക്കൊരു ഫോട്ടോ ഇട്ടിട്ട് കാണാനില്ലാന്ന് എഴുതി കൊടുത്താലോ? ലോജിക്കില്ല. അതിനാ കാണാനില്ല എന്നും പറഞ്ഞല്ലേ നമ്മള് കൊടുക്കുന്നേ? അതെ അതെ അതെ. എന്നിട്ട് ഫോട്ടോ അല്ലേ കൊടുക്കുന്നേ? അപ്പൊ കാണാമല്ലോ. ആ ലോജിക്കൽ ഇഷ്യൂ ഞാൻ ചിന്തിച്ചില്ല. അങ്ങേ കാട്ടിലെ മുളല് കെട്ടി ഞാൻ കണ്ടത്തിൽ വേണു. എനിക്ക് തോന്നി കാലേ ചെളി പറ്റിയിരുന്നപ്പോഴേ കണ്ടത്തിൽ വീണെന്ന്. നിവൃത്തിയില്ലാത്തോണ്ടും വേറെ ആളില്ലാത്തോണ്ടും കയറിയതാണ്. പിള്ളേരെ വളർത്താനുള്ളതാണ്. ദയവ് ചെയ്ത് തൊലക്കരുത്. പോയി ഞാൻ കരയോഗം പ്രസിഡന്റ് കണ്ടത്തിൽ വേണു. എന്തോ വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നി. എന്താ വിഷമം? വിഷമം എന്ന് പറഞ്ഞാ ഇവിടെ ഇരുന്ന് പറയാം. ഭാര്യ കളഞ്ഞിട്ട് പോയി. വീടിന്റെ മണ്ടേ കൂടെ ഒരു വലിയ മരം ഒടിഞ്ഞു വന്ന് വീണ്. അപ്പൊ കരയോഗം പ്രസിഡന്റ് അല്ല, പിന്നെ കരയാൻ യോഗമുള്ള പ്രസിഡന്റ്, അങ്ങനെ പറയണം. ഒരു തരത്തിലും സമ്മതിക്കത്തില്ല. എനിക്ക് വൈശാലിയെ കാണണം. ഓ, വൈശാലിയൊക്കെ കഴിഞ്ഞിട്ട് അപ്ഡേഷൻ കാവിടോ അപ്ഡേഷൻ. അതിൽ നല്ല എത്രയോ സിനിമ പിന്നെ ഇറങ്ങി.
വൈശാലി സിനിമയല്ല, ഏ? വൈശാഖിനെ കാണണമെന്ന്. വൈശാഖിനെയോ? ഓ. അവനല്ലേ ആ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഇവിടെ വൈശാഖ്, ജീവിതത്തിൽ പല പ്രതിസന്ധികളും ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ പൊട്ടിക്കരയരുത്. അതെന്തേലും പുല്ല് വരട്ടെ, ആ പരുവന്ന് കൈയെടുക്കണോ? അയ്യോ, അതെല്ലാം പറഞ്ഞ് ഇവിടെയൊക്കെ പരി വരും. പിന്നെ നാഷണൽ ഹൈവേലാണോ പരി വരുന്നത്? രണ്ടുപേരും തച്ചിന് ഇറങ്ങിയൊക്കെയാണല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എടാ, നിന്റെ അച്ഛനെ കാണാതെ പോയി വരാൻ ഞാൻ അറിഞ്ഞു. നീ വന്ന് സമാധാനത്തിൽ വന്നേ. ഇവിടെ ഇരിക്കടാ. പിന്നെയും കൊണ്ടിരുത്തുന്നു. എടാ, നിന്റെ അച്ഛന് ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും ഇതേപോലെ കാണാതായിട്ടുണ്ടോ? അമ്മ പറഞ്ഞായിരുന്നു, അച്ഛൻ എന്ന് പറഞ്ഞ എപ്പോ വരും എപ്പോ പോകും എന്നൊന്നും അറിയാൻ പാടില്ലാത്ത ഒരാളാണ്. നിന്റെ അച്ഛന്റെ പേരെന്തായിരുന്നു? ദാസ്. അല്ലാതെ ഗ്യാസ് ഒന്നും അല്ലല്ലോ. എപ്പോ വരും എപ്പോ പോകുമെന്ന് അറിയാതിരിക്കാൻ. അതല്ല പറഞ്ഞത്, അമ്മേനെ അച്ഛൻ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും അച്ഛൻ കയറി വരും, എപ്പോഴെങ്കിലും പോകും. അങ്ങനെ പോവുകയും വരുകയും ചെയ്തപ്പോ ഉണ്ടായവനാണ് അവൻ. ഇത് കറക്റ്റ് കേട്ടോ. പിന്നെ എടാ, അച്ഛൻ പോയതിന്റെ വിഷമം എനിക്കറിയാൻ പറ്റും. അല്ല, അച്ഛൻ പോയ വിഷമം നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? അത് വലിയൊരു സത്യമാണ്. ഞാൻ അച്ഛനും അമ്മയും ഇല്ലാത്ത ഒരാള്. പൂവിരിങ്ങുണ്ടായതാണ്. ശാസ്ത്ര സാങ്കേതികയുടെ വിദ്യ പ്രകാരം ഭൂമിയിലേക്ക് ഭൂജാതനായ ഒരു ജന്മമാണ് ഞാൻ. ഈശ്വര, ഏലിയനൊക്കെ വന്ന് സ്കിറ്റ് കളിക്കാൻ തുടങ്ങിയോ? ഒന്ന് പറയട്ടെ ഇറക്ക. പിന്നെ ഞാൻ ഇനി ആ സത്യം വെളിപ്പെടുത്താൻ പോവാ. ഇയാള് പറയടോ അങ്ങോട്ട്. ഞാനൊരു തെറ്റൂര് ടിസ്റ്റൂര് തെറ്റൂര് ടിസ്റ്റൂര് ടെസ്റ്റോട് ടിസ്റ്റ് ടിസ്റ്റോട് ടിസ്റ്റാണ്. ടിസ്റ്റോട് ടിസ്റ്റ് ടിസ്റ്റോട് ടിസ്റ്റ് തെറ്റിരി തെറ്റിരി എന്നിട്ട് ഓട് ടിസ്റ്റ്. എന്താടാ ഇത്? ടിസ്റ്റോ അമ്മച്ചി. ആ ടെസ്റ്റ് ശിശു. ബാക്കിയുള്ള അന്നനാളെ കുടുങ്ങി ആമാശത്തിൽ പോയി. ഇത് വായി വെച്ചിട്ട് മിണ്ടായിക്കുന്ന പട്ടി. അയാൾ ഓരോ രീതി ജനിച്ചു വന്നിട്ട് എന്റെ പക്കത്ത് കയറുന്നത്. എന്തായാലും നീ സമാനപ്പെട്, പരിഹാരം ഉണ്ടാക്കാം. ഇവിടെ വന്നിരി. നിനക്ക് അച്ഛനെ കണ്ടുപിടിക്കത്രല്ലേ ഉള്ളൂ. ഞാന് ശരിക്കും നിങ്ങൾ വിചാരിക്കും പോലെ ഒരു കരയോഗം പ്രസിഡന്റ് അല്ല. ഈ കരയോഗം പ്രസിഡന്റ് അല്ല, നീ വിട്ടുപോടാ. ഞാൻ കരയോഗം പ്രസിഡന്റ് ആണ്. പിന്നെ നിങ്ങൾ കരയോഗം പ്രസിഡന്റ് അല്ല. അല്ല, ഞാൻ ശരിക്കും നിങ്ങൾ വിചാരിക്കുന്ന ഒരു കരയോഗം പ്രസിഡന്റ് അല്ല. പോടാ. നിങ്ങൾക്ക് ഭ്രാന്താണ്. അല്ല, ഞാൻ കരയോഗം പ്രസിഡന്റ് ആണ്. പക്ഷെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു കരയോഗം പിന്നെ നിങ്ങൾ ആരാ? ഞാനേ എന്തെങ്കിലും പറയണ വായി പുറം നിൽക്കാതെ മഷി തോട്ടക്കാരനാന്ന് പറയണോ? ഞാനൊരു മഷി നോട്ടം കൂടെ ഉണ്ട് എനിക്ക്. ഒരു മഷി നോട്ടക്കാരനും കൂടിയാണ്. അതെ അതെ അതെ. ഇപ്പോഴല്ലേ പിടികിട്ടിയ? ഇപ്പൊ മനസ്സിലായില്ലേ? ടെൻഷൻ അടിച്ചാ വാക്കുകൾ വിഴുങ്ങും. പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കൈമാറി കിട്ടിയ മഷി നോട്ടം. എല്ലാവർക്കും ഇങ്ങനെ കൈമാറി കിട്ടുന്നതാണിത്. അപ്പോ മഷി നോക്കാൻ ആദ്യം വേണ്ട എന്തൊക്കെയാണെന്നറിയാവോ? എന്താ? മഷി അല്ലേ? ചെറിയ സൂക്കേടൊന്നുമല്ലല്ലോ ഇയാൾക്ക്. എന്നാ പിന്നെ വെറ്റിലയായിരിക്കും. എനിക്ക് പോണേ അവിടുന്ന്. പിന്നെ ഏതാ മഷി നോക്കാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഈ കാണാതായ ആളിന്റെ നക്ഷത്രമാണ്. നക്ഷത്രം നിർബന്ധം ആണല്ലേ? പിന്നെ അല്ലാതെ കണ്ണാടി അല്ല. അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലേ? അത് പോയി. പിന്നെ അപ്പോ ഈ മഷി നമ്മൾ ഇതിനകത്ത് പുരട്ടിയിട്ട് നക്ഷത്രം പറഞ്ഞേ പുത്രട്ടാതി. അത് വേണ്ട, അത് കിട്ടത്തില്ല എനിക്ക്. വല്ല ചതയോ ഇട്ട് നോക്ക്. കിട്ടിയോ? നിക്ക്. ഇതിങ്ങനെ നമ്മൾ ഈ വെറ്റില ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുമ്പോ ഈ വെറ്റിലയിൽ ഈ കാണാതായ ആളിനെ കാണാൻ പറ്റും. ആണോ? അപ്പൊ വെറ്റിലപ്പുഴുവാണോ അവന്റെ അച്ഛൻ? തന്ന 1000 തിരിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. ആ സൈഡിൽ നോപ്പിക്കണേ. ഒത്തിരി സീനിയർ ആയി പോയി. നക്ഷത്രം എന്താ പറഞ്ഞ? സൂം ചെയ്ത് നോക്കാൻ പറ്റും. സൂം ചെയ്ത് നോക്കാം. ഇത് ഐപാഡല്ലേ? എടാ, നിന്റെ അച്ഛനെ നോക്കിയപ്പോ ഒരു ജാഥയാണല്ലോ ഇവിടെ കാണിക്കുന്നത്. ജാഥയോ? അല്ല, ഒരു സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന ഒരു ജാഥ. എടാ, ഒരു പച്ച ഷർട്ട് ഇട്ട ഒരാൾ നിൽക്കുന്നില്ല ഇവിടെ. അതാണോ? അയ്യോ, ഒരു പുകമറ പോലെ കാണാം. അച്ഛനാ? അറിയാം. അച്ഛൻ ബീഡി വലിക്കും, അതിന്റെ പുകയാത്. ബീഡി വലിക്കുന്നതാണോ? അപ്പൊ ഇതാണ് പുള്ളി അവിടെ എവിടെയോ സ്റ്റക്കായി സ്റ്റക്കായി നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. അല്ല, ഇനിയിപ്പോ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ അച്ഛനെ എങ്ങാണ്? അത് നോക്കാം. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിൽ അച്ഛൻ പോകുമോ? കാരണം ഏകദേശം എത്ര രൂപ കടമുണ്ട്? കടമുണ്ട് മോനെ. ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. എടോ, തന്റെ 10 പൈസ വേണ്ട, അവിടെ കട ഉണ്ടെന്ന് പറഞ്ഞാ നല്ല ബന്ധുക്കള് 2-3 EMI ഉണ്ടെന്നേ ഉള്ളൂ. ഇയാളെ കൊണ്ട് നടക്കുവോ? എന്നെ കൊണ്ട് നടക്കുന്നത് സ്റ്റക്കായി നിന്ന് കഴിഞ്ഞാൽ ഇത് ശാസ്ത്രമാണിത്. ശാസ്ത്രം ഓടോടും. സ്റ്റക്കായില്ലേ? ഞാൻ പറയാം. നിങ്ങൾ പത്രം വായിക്കാറുണ്ടോ? ഞാനങ്ങനെ പത്രം വായിക്കാറുണ്ട്. എന്നാ പത്രം വായിക്കണം. നോക്ക്, അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊല്ലുന്നു. ഞാൻ പത്രം വായിക്കാത്തുണ്ടോ? അതാണോ പറഞ്ഞത്? അച്ഛൻ മോനെ കൊല്ലുന്നു, മോൻ അച്ഛനെ കൊല്ലുന്നു, അമ്മ മോളെ കൊല്ലുന്നു. എന്നെ ഇമിറ്റേറ്റ് ചെയ്യാന്ന്. എനിക്ക് അങ്ങനെ അങ്ങനെ നടക്കുന്നില്ലയോ?
കഞ്ഞി അധികം ചോദിച്ചപ്പോഴ് ചമ്മന്തി കൂടെ വേണമെന്ന് പറഞ്ഞപ്പോ യവൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഉന്തും തള്ളുവായി തള്ളിയിട്ടപ്പം മെഡല്ല ഓമ്പളയും കാറ്റേ കാണാൻ വന്ന് ഇടിച്ച് കാഞ്ഞു പോയി കാണും. ആയിരിക്കാം ഒരു കയ്യബദ്ധം. അപ്പൊ എന്തോ ഇത് കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കാണും. ഇതായിരിക്കും സംഭവിച്ചത്. അത് അവനോട് അമ്മക്ക് അങ്ങ് പറയാം. നമുക്കേ എവിടെയാടാ കൊണ്ട് കുഴിച്ചിട്ടേക്കുന്നത്? ബോഡി എന്ത് ബോഡി? ഡെഡ് ബോഡി അവിടെ കൊണ്ട് കുഴിച്ചിട്ട്. ഡെഡ് ബോഡിയാ? വൈശാഖ് സത്യം പറഞ്ഞു വേണം, നീ എവിടാ കൊണ്ട് ഡെഡ് ബോഡി കുഴിച്ചിട്ട്? അയ്യേ അയ്യേ ചീപ്പാവല്ലേ ചീപ്പാവല്ലേ പോടോ. ഇയാള് പറഞ്ഞ കേട്ടോ ഞാൻ ഡെഡ് ബോഡി കൊണ്ട് കുഴിച്ചിട്ടെന്ന്. ഞാനടാ അയാൾക്ക് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറയേണ്ടതാ. അയാൾ കയറി പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ പോയി പറഞ്ഞു കൊടുത്തത്. എടാ മക്കളെ, ഒരു കയ്യപ്പത്തോ ആർക്കും പറ്റും. അതുകൊണ്ട് മക്കൾ ഇത് തുറന്നു പറഞ്ഞാ നമ്മള് 3 പേരെ ഇത് അറിയത്തുള്ളു. ഞാൻ എന്നാ നീ പറയണേ? എടാ ഒരബദ്ധത്തിലെങ്ങാണം തള്ളുവോ പിടിക്കുകയോ കാണാൻ വീണ് ചത്തുപോട്ടിലെ കൊണ്ട് കുഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു പോലെ ഞാൻ എന്റെ അച്ഛനെ കൊന്നു. മനുഷ്യന് അബദ്ധം പറ്റും. മനുഷ്യൻ എന്ത് അബദ്ധം പറ്റുന്നാണോ ഈ പറഞ്ഞത്? മെമ്പർ ഇത് കേൾക്കണം. ഞാൻ ഇവിടെ വന്നപ്പോ എവന്റെ ഈ ആംബിയൻസ് കണ്ടപ്പോ ശരിക്കും പറഞ്ഞ അച്ഛനെ കാണുന്നില്ല എന്നുള്ള ആംബിയൻസ് അല്ലായിരുന്നു. പിന്നെ ഇവിടെ എന്ത് ആംബിയൻസ് ആയിരുന്നോ? ഞാൻ ഇവിടെ വന്നപ്പോ ഉണ്ട് ആംബിയൻസ് ഒന്നും നീ ആദ്യം പോലെന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ ആദ്യം പോലെ പറഞ്ഞേ. ആ പുള്ളിക്ക് വിവരം ബോധമുള്ളതാണ്. ചേട്ടൻ കേക്ക്, ഞാനും അച്ഛനും അവിടെ ഇരുന്ന് കഞ്ഞി കുടിച്ചു. കഞ്ഞി കുടിച്ചോണ്ടിരുന്നപ്പോ അച്ഛനെ പെട്ടെന്ന് ചമ്മന്തി വേണമെന്ന് പറഞ്ഞു. അത് അച്ഛന്മാര് ചോദിക്കില്ലേ? ചമ്മന്തി എടുക്കാൻ വേണ്ടി ഞാൻ അകത്ത് പോയി. തിരിച്ചിറങ്ങി വന്നപ്പോ അച്ഛനെ കാണുന്നില്ല, പ്ലേറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനല്ലോ, തിരിച്ച് നീ ഇറങ്ങി വന്നപ്പോ അച്ഛനെ കാണാത്തോണ്ട് നീ കരയുന്നു. നീ കരയുന്നതിന്റെ വിഷമം എന്നോട് പറഞ്ഞു നിനക്ക് പെണ്ണ് കിട്ടാത്തതിന്റെ വിഷമമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു നീ അങ്ങനെയല്ല. ശരി ഓക്കെ. ഇവന്റെ അച്ഛൻ ചത്തു കിടക്കാം. ഇവൻ ഡാൻസ് കളിക്കുന്നു. മന്മഥരാധ കളിച്ചോടാ. കളിച്ചോ കളിച്ചില്ലയോ? കളിച്ചു. ഒരച്ഛൻ ചത്ത് കിടക്കുമ്പോ ഡാൻസ് കളിക്കും ആരെങ്കിലും? പുള്ളി ഇവിടെ കയറി വന്ന് പുള്ളിയുടെ ചെവി കേൾക്കത്തില്ല. പുള്ളി പിച്ചും പയ്യും പറഞ്ഞു. അപ്പൊ ഞാൻ യവനവന്റെ അച്ഛനെ തട്ടി. ശരി, എവിടെ ബോഡി? പുത്രനാടാ നീ, പുത്രൻ. എന്റെ ദൈവമേ, അച്ഛനെ കാണാതെ പോയപ്പോ ഞാൻ വിളിച്ചു വരുത്തിയത് ഒരു ആധുനിക മണ്ടനെ, ഒരു സീസൺഡ് മണ്ടനെ. അച്ഛൻ വിളിക്കണേ. ഹലോ ഹലോ അച്ഛൻ എവിടെയാ? ഞാൻ അങ്ങ് ദൂരെയാ. ദൂരെന്ന് പറഞ്ഞോ? കോവേല്. ആ എന്നാ പിന്നെ ഞാൻ പറഞ്ഞിട്ട് പോകാൻ പാടില്ലായിരുന്നു. പറഞ്ഞിട്ട് പോയാ മോൻ വിടൂലെന്നറിയാം. അതുകൊണ്ടാണ് ചമ്മന്തി എടുക്കാൻ പോയ ഗ്യാപ്പിൽ അച്ഛൻ ചാടിയത്. അച്ഛാ, ഞാനിപ്പോ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മതിലേല് അങ്ങോട്ട് ചാടണോ ഇങ്ങോട്ട് ചാടണോ എന്ന് അറിയാൻ പാടില്ലാണ്ട് ഇരിക്കുവായിരുന്നു. പെട്ടെന്ന് തിരിച്ചു വാ കേട്ടോ, പണി ഞാൻ തരാം. ശരി. ഞങ്ങളെ തിരക്കുണ്ട്, പോയിട്ട് പോവല്ലേ? ചെയ്യാൻ. അങ്ങനെ പോകല്ലേ. ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റ് ആണ്, എനിക്കറിയാം. ഇത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നറിയില്ല. എന്റെ മാമനാന്നൊക്കെ എനിക്കറിയാം. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മോന്റെ മുഖത്ത് നോക്കി അച്ഛനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവൻ എന്ത് ചെയ്യണം? അവന് വിഷമം വരണം. ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തല്ലേ പറ്റൂ. ചെയ്തോ. എന്റെ ഇയർഫോൺ പോയി. ഇയർഫോൺ അവിടെയുണ്ട്, ഒരു ചെവിക്കല്ല തെറിച്ചു പോയത്, കണ്ടുപിടിച്ചെടുത്തു. പ്രസിഡന്റ്, ഞാൻ എപ്പോഴും റെഡിയായിട്ടിരിക്കുന്നു. അമ്മക്കെന്തോ പച്ച ഷർട്ടിട്ട് ട്യൂഷനിലെ പുഴുവിനെ പോലെ കയറി വന്ന് ആരേലും എന്തേലും പറയുമ്പോ അങ്ങനെ കിടന്ന് മെഴുകാമോ? ഇല്ല. ഇതിൽ നിന്നൊക്കെ എന്ത് മനസ്സിലായി? ഇനി മേലാൽ മെഴുകരുത്. പോകരുത്. ഇനി ഒരു കാര്യം ചെയ്യും, എല്ലായിടത്തും പോയി ഞാൻ പ്രശ്നം പരിഹരിക്കും. ഈ കരയോഗം പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ശരിക്കും കരയാൻ യോഗമുള്ള പ്രസിഡന്റ് ഞാനാ. നല്ല നല്ല ഗൈഡ് വരട്ടെ. നല്ല സ്കിറ്റായിരുന്നു. കളിക്കട്ടാ. ഗംഭീര സംഭവമായിരുന്നു. അതിഗംഭീര സംഭവമാക്കാൻ പറ്റുന്ന ഗംഭീര സംഭവം അല്ലേ? നല്ല പ്ലേ ആയിരുന്നു. നിങ്ങൾക്കിടയിലെ പ്ലേ നല്ലതായിരുന്നു. അതിനൊരു സ്പെഷ്യൽ ഗൈഡിയാണ്. ക്ലംസിനെസ് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ബ്രോ. ഞാൻ പൊതുവേ ഒരു ഇത് പറയുന്ന, എനിക്ക് കുറ്റങ്ങൾ ഞാൻ കണ്ടുപിടിക്കാത്ത ആളാണ്. പക്ഷേ എനിക്കിത് കുറേ കൂടെ അതിഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു സ്കിറ്റായിരുന്നു. അതിനെ ഗംഭീരമാക്കിയോ അതിഗംഭീരമാക്കിയോ എന്നുള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ക്ലംസിനെസ് ഉണ്ടായിരുന്നു. ബാക്കി നമുക്ക് ബാക്കി മാർക്കിടുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്താണെന്ന്. കൊള്ളാമായിരുന്നു. നമ്മൾ നേരത്തെ ഒരു സ്കിറ്റിൽ പറഞ്ഞ പോലെ, നിങ്ങളുടെ അല്ല വേറെ ഒരു ടീമിൻ്റെ സ്കിറ്റിൽ പറഞ്ഞ പോലെ ഒരു കാര്യം പറയുകയാണ്. നമുക്ക് പെട്ടെന്നൊരു സ്കിറ്റ് കിട്ടി തട്ടിക്കൂട്ടി ചിലപ്പോൾ കയറുമ്പോൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോകും, ഇല്ലേ? പക്ഷേ ഇത് പെട്ടെന്ന് കിട്ടിയ സ്കിറ്റല്ല. ത്രെഡ് നല്ല ത്രെഡാണ്. അത് പെട്ടെന്നുണ്ടാക്കിയതല്ല.
റിഹേഴ്സലിന്റെ എന്തൊക്കെയോ പാകപ്പിഴകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്നുണ്ടാക്കിയതാണ്. പക്ഷെ നമുക്കത് ഫീൽ ചെയ്യത്തില്ല. നമുക്കത് ഫീൽ ചെയ്യുന്നില്ല. കാര്യം ഈ തട്ടിക്കൂട്ടിയതിൻ്റെ അകത്ത് ഒരിക്കലും നല്ലൊരു ക്ലൈമാക്സിലേക്ക് എത്താൻ പറ്റിയല്ല. അത് നിങ്ങൾ ഉള്ളത് 3 പേര് നല്ല വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഇത് ഇവിടെ നിൽക്കേണ്ട ഒരു സ്കിറ്റല്ല, ഇതിലപ്പുറം നിൽക്കേണ്ട ഒരു സ്കിറ്റാണ്. ആ സ്കിറ്റിൽ ചില ഉത്തരവാദിത്ത കുറവുകൾ കൊണ്ട് ചില പാളിച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുഞ്ഞതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അത് മോശമാണെന്നല്ല, നല്ല നാന്തരമായിട്ട് ചിരിച്ചു, ഞാനൊക്കെ ഇഷ്ടം പോലെ ചിരിച്ചു. അപ്പോൾ അടുത്ത പ്രാവശ്യമൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി കാര്യങ്ങൾ ബിജുക്കുട്ടന് ഇനി പറയാനുണ്ടല്ലോ, ഇവിടെ പറയട്ടെ. താങ്ക് യു ബിജുക്കുട്ടൻ ചേട്ടാ. അല്ല, അത്യാവശ്യം ചിരിക്കാനുണ്ടായിരുന്ന സ്കിറ്റാണ് കേട്ടോ. 3 പേരുടെ പ്രകടനം നന്നായിരുന്നു. ഇവർ രണ്ടുപേരും പറഞ്ഞു തന്നെ എനിക്കും പറയാനുള്ളത്. കാരണം ഒരുപാട് സാധ്യതകളുള്ള, കാരണം ഒരുപാട് കൗണ്ടറുകൾ ഉണ്ടായെങ്കിലും എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് കൗണ്ടറുകൾ ചേർത്തിട്ട് നല്ലൊരു ക്ലൈമാക്സിൽ കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയൊരു സാധനം വരുന്നത്. ഇപ്പം 3 പേരും നിങ്ങൾ നിസ്സാരക്കാരൊന്നുമില്ല. ഇപ്പോൾ രാജേഷ് ആണെങ്കിലും ഇടയ്ക്കൊക്കെ കയറുള്ളെങ്കിലും രാജേഷിൻ്റെ കാര്യങ്ങളൊക്കെ രാജേഷ് നന്നായിട്ടൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ അമലും നമ്മുടെ മണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നേരത്തെ തന്നെ പെർഫോമൻസ് ഒക്കെ നല്ല ഹൈ ലെവലിലായിരുന്നു. ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നണത് കുറച്ചും കൂടി മെനയായിട്ട് കുറച്ചും കൂടി കൗണ്ടറുകൾ ചേർക്കായിരുന്നെങ്കിൽ ഇതൊരു ഗംഭീര സ്കിറ്റായതിനെ. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഇതിലും ഗംഭീരമാക്കണം. ഇത് ഗംഭീരമാണ് കേട്ടോ. അത് ഇതിലും ഗംഭീരമാക്കി മണിക്കുട്ട നിങ്ങൾ വിചാരിച്ചു. ഇടയ്ക്ക് വെച്ച് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എന്റെ ബ്രീത്ത് അങ്ങ് പോയി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി ബ്രീത്ത് എടുക്കാൻ. അങ്ങനെയൊക്കെ കൊണ്ടായിരിക്കാം അല്ലേ. പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ സാധനം കിട്ടുമ്പോ നിങ്ങൾ എന്താ പുഷ്പം പോലെ ചെയ്യേണ്ടതായി സാധനമൊക്കെ. അത് വന്നപ്പം പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളൊരു ഇതായി പോയി. അതല്ലേ. അടുത്ത പ്രാവശ്യം പിടിക്കാം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം ഗംഭീരമായിട്ട് ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു. ആരാണ് ആദ്യം മാർക്ക് തരുന്നത്? നസീർക്ക. ഞാനൊരു 12,000 രൂപ. 12,000 രൂപ. മണിക്കുട്ടാ? ഞാനൊരു 10,000 രൂപ. അപ്പൊ ടോട്ടൽ 22,000 രൂപ. ബാക്കി പോരാത്ത ഞാൻ കൊടുത്തോളാം. പിടിച്ചോ. ടോട്ടൽ ഒന്ന് ഞെട്ടിയല്ലേ? ഗോൾഡൻ പഞ്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജഡ്ജ്മെന്റിലൊക്കെ കാര്യമുണ്ടല്ലേ. ഒരാളെ തളർത്താനും വളർത്താനും എനിക്ക് ചെറിയൊരു മണം അടിച്ച്. ചെറിയ തളർത്തലല്ല. പാലോടിന്റെ മനസ്സിൽ പാലോട് ഇപ്പൊ വിചാരിക്കുന്നത് എന്താണെന്നറിയോ? പാലോട് കരന്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചകൾ കൊണ്ടാണ് പാലോടിനെ ഇടിച്ച് നശിപ്പിക്കും. പാലോട് ജാമ്യം ഇട്ടല്ലോ, ബ്രീത്ത് കിട്ടിയില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല. ബ്രീത്ത് കിട്ടില്ല. ഞാൻ പറഞ്ഞു എക്സ്ക്യൂസ്, ബ്രീത്ത് കിട്ടിയില്ല. സെക്ഷനിൽ റൂമേഴ്സുകൾ നിന്നോട് പറഞ്ഞല്ലേ കേറണ്ട. അല്ല, അപ്പൊ ഇവിടെ കയറി കളിക്കുന്ന ആർട്ടിസ്റ്റിൽ ഇത്രയും അവർ സ്ട്രഗിൾ ചെയ്താണ് ഒരു പെർഫോമൻസ് ചെയ്യുന്നെന്ന് അത് കളിക്കുമ്പോഴാണ് നമുക്കത് അറിയാൻ പറ്റുന്നത്. പിന്നെ എന്നെ ഇപ്പൊ ഐറ്റം വേറെ അച്ചാർ എന്നാണ് പറയുന്നത്. അതായത് നമ്മളിപ്പോ രാവിലെ കാപ്പിക്ക് ദോശയാണെന്നുണ്ടെങ്കിൽ വേറെ കറിയൊന്നുമില്ലെങ്കിൽ നേരെ അച്ചാറിലോട്ട് നോട്ടമുണ്ട്. അതിൽ അച്ചാർ വിട്ടു. ഉച്ചയ്ക്ക് ചോറിന് കറിയില്ലെങ്കിൽ അച്ചാർ നോക്കും. വൈകുന്നേരം 2 അടിക്കാൻ വേണമെങ്കിൽ അച്ചാറിലോട്ട് നോക്കും. ശരി, ഇഷ്ടപ്പെട്ടില്ലേ സൈഡിൽ നിങ്ങൾ തോണ്ടിക്കളയെ. 1 ലക്ഷം രൂപ കിട്ടിയ പാലോടിനോട് ചോദിച്ചു തുടങ്ങാം അല്ലേ? പാലോട് പറയൂ. 1 ലക്ഷം രൂപ ചെറിയ കാര്യമല്ല. അല്ലെ, ഇത് ഫസ്റ്റ് ഓഫ് ആൾ നമ്മുടെ ഗ്രൂമേഴ്സ് ശശാങ്കണ്ണൻ, പാണാവളിച്ചേട്ടൻ, അവർ രണ്ടുപേരും പിന്നെ ഇന്നലെ കണ്ടന്റൊക്കെ മാറ്റിയ സമയത്ത് പറഞ്ഞ് എടാ കുഴപ്പമില്ല നീ കയറി ധൈര്യമായിട്ട് കയറെന്ന് പറഞ്ഞ് അവര് സപ്പോർട്ട് ചെയ്തു. ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട പൈസയാണ്. അതേപോലെ ചിരിക്കാനുണ്ടായിരുന്നു. ഭയങ്കര ഹൈ ലെവലായിരുന്നു. നമ്മളിവിടെ ചിരിക്കാണ് ക്യാഷ്. നമ്മളെ ചിരിപ്പിച്ചാൽ നമ്മൾ പൈസ കൊടുത്തിരിക്കും. ചിരിപ്പിച്ചില്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളെ പോലെയാവും. 5 പൈസകളുടെ അല്ല, മണിക്കുട്ടന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. മണിക്കുട്ടൻ ഇവിടെ നമ്മുടെ ഈ വേദിയിൽ വന്നതിന് ശേഷം ഇത്രയും എനർജിയിൽ കളിച്ചത് ഈ ഒരേ ഒരു സ്കിറ്റാണ്. സത്യം. ഫുൾ എനർജി ഇറക്കിയതില്. പറഞ്ഞോ, സന്തോഷം പറഞ്ഞോ. 1 ലക്ഷം രൂപയാണ്. സന്തോഷം, ഭയങ്കര സന്തോഷം. പറയാനതാ അത് നിർത്തല്ല. എങ്ങനെയാണ് റിയാക്ട് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. ഭയങ്കര സന്തോഷം. അല്ല, നിങ്ങൾക്ക് മനസ്സിലായ നമ്മ മനഃപൂർവ്വം അടിച്ചു താഴ്ത്തണെന്നുള്ള മനസ്സിലായി? അത് അവിടെ സംഭവിച്ചിട്ടുണ്ട്, അത് അവർക്കറിയാം. അല്ല, ഞങ്ങൾ ഒന്നാമത് വളരെ പരിമിതമായ സമയത്തിനകത്ത് തട്ടിക്കൂട്ടിയായതുകൊണ്ട് പോരായ്മകൾ നമ്മളെക്കാൾ കണ്ടോണ്ടിരിക്കുന്നവർക്കാണല്ലോ മനസ്സിലാകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ പറയുന്നതിനകത്ത് വളരെ റിയാലിറ്റി ആണ് അത്. ഞാൻ ശരിക്കും പേടിച്ച്
ഞാന് എന്തായാലും സന്തോഷം ഇവരുടെ കൂടെ സ്കിറ്റ് കളിക്കാൻ പറ്റി. പിന്നെ എനിക്കൊരു സന്തോഷം പറയാനുണ്ട്. തീർച്ചയായിട്ടും പറ. ഐറ്റം വേറെയിൽ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 8 മാസത്തോളം ആയിരുന്നു. എനിക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നു. കൺഗ്രാറ്റുലേഷൻസ്. മൂത്തത് 2 പെൺകുട്ടികളാ, ഒരു ആൺകുട്ടി ജനിച്ചു. കൺഗ്രാറ്റ്സ്. അപ്പൊ എല്ലാം കൊണ്ട് സന്തോഷം. പേരിട്ടിട്ടുണ്ടോ കുഞ്ഞിന്? അതാണ് പ്രശ്നം. അതെന്തിറ്റി? പേര് എന്റെ മൂത്ത മോളെ പേര് മിഴിന്നാണ്. രണ്ടാമത്തെ മോളെ പേര് ഇതളെന്നാണ് ഇടാൻ പറ്റുന്നത്. പിന്നെ ഇത് ഐറ്റം വേറെ എന്നിട്ട് അപ്പൊ ആദ്യത്തെ മിഴി, രണ്ടാമത്തത് 2 പേരുണ്ട്. ഇതളെന്നും നവമിന്നും പേരുണ്ട്. മിഴി നവമി. അതുകൊണ്ട് തന്നെ ഈ പേര് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുക, ഈ കൊച്ചിന് എന്ത് പേരിടുന്നത്. ശരിക്കും പേര് ആയിട്ടില്ല. നമുക്ക് എല്ലാവർക്കും കൂടെ നമ്മുടെ ഐറ്റം വേറെ എല്ലാവരും കൂടെ ആഞ്ഞു പിടിച്ച അല്ല, ഒരു പേര് 2-3 പേര് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം പോയിട്ട് ഷെഡ്യൂൾ കഴിഞ്ഞ് പോയിട്ട് വൈഫായിട്ട് ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്തൊരു പേര്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു റിക്വസ്റ്റ് വെക്കാം. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു റിക്വസ്റ്റ്. അതായത് രാജ്പാലിന്റെ വീട്ടിലൊരു സന്തോഷ കാര്യം, അതായത് 3ാമത്തെ കുഞ്ഞ് ജനിച്ച ഒരു അവസരമാണ്. ആദ്യത്തെ കുഞ്ഞിന്റെ പേര് മിഴി, രണ്ടാമത്തെ നവമി ഇതൾന്ന് വിളിക്കും, 3ാമത്തെ ആൺകുഞ്ഞ് പിറന്നിരിക്കുകയാണ്. അപ്പം നല്ല നല്ല പേരുകൾ നിങ്ങളുടെ മനസ്സിൽ വരുവാണെങ്കിൽ കുഞ്ഞിടാൻ പറ്റിയ പേര് രാജ്പാലിന്റെ കുഞ്ഞിടാൻ പറ്റിയ. അപ്പോൾ ഫ്ലോറിലുള്ളവരുടെയൊക്കെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ പേര് വരുവാണെന്നുണ്ടെങ്കിൽ രാജ്പാലിനെ നേരിട്ട് അറിയിക്കൂ. പ്രേക്ഷകർക്ക് അത് പറ്റാത്തതുകൊണ്ട് യൂട്യൂബിൽ കമന്റ് ചെയ്തോളൂ. ഓക്കെ, നല്ല ഓപ്ഷനാണ്. അല്ല, നല്ല പേര് സെലക്ട് ചെയ്യുന്നവർക്ക് തക്കതായ സമ്മാനം അങ്ങനെ വല്ലതും ഉണ്ട്? അത് ഇവ രാജേഷ് കൊടുക്കണ്ടേ? അതുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സമ്മാനം ഉണ്ടോ? അനൗൺസ് ഇനി സ്കിറ്റ് ചെയ്തില്ലെന്ന് പറ. വീണ്ടും ഈ പുള്ളി എന്നെ ടാർഗറ്റ് ചെയ്ത്. അല്ല, ഇനിയിപ്പോ എന്തായാലും ഇത് പറയാം. ഞാൻ ആ ചടങ്ങിന് പറയണ്ടായിരുന്നു, പേര് പറയാന്നുള്ള ഒരു ഇതിരിക്കണം. കാര്യം പറഞ്ഞാൽ പേര് കണ്ടുപിടിച്ചു. അല്ല, എന്താ അറിയാമോ, നിങ്ങൾ ചോദിക്കുമ്പോൾ പറയായിരുന്ന മോശ. ഞാൻ അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ടൊരു പേരായിട്ടായിരുന്നു. എനിക്കൊരു ഡിവോട്ടിയാണ് അയ്യപ്പൻ. അപ്പൊ ഞാനങ്ങനെ അയ്യപ്പനായിട്ട് ബന്ധപ്പെട്ട പേര് ഭഗവാനെ ഇവിടെ ഞാൻ പേര് പറയാം. കൊച്ചിന്റെ പേര് എന്റെ മോന്റെ പേര് പമ്പ എന്നാണ്. പമ്പ. പമ്പ പമ്പ നല്ല പേരാണ്. നല്ല പേരാണ് അല്ലേ? ഗംഗ യമുന എന്നൊക്കെ ഉള്ളതുകൊണ്ട് അല്ല, അങ്ങനെ കേരളത്തിൽ പേരില്ല. പിന്നെ ചിലപ്പോ ഞാനിപ്പോ ഒരു എന്റെ കൂടെ ചെറിയ സാധനം ചേർത്ത് വന്ന് ഇതാക്കാനുണ്ട്. പമ്പാവാസൻ അങ്ങനെയുള്ള പേരൊക്കെ കേട്ടിട്ടുണ്ട്. അതിനേക്കാളും പന്തള രാജനൊന്നും ഇടാം. ഞാനാണോ ഇവൻ തീരുമാനിച്ചിട്ടൊന്നും വെറുതെ പറയണ. അല്ല, പമ്പ എന്നാണ് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന പേര്. അപ്പൊ ഞാൻ മറ്റേ നേരത്തെ പേർഷർക്ക് കൊടുത്ത സാധനം തിരിച്ചെടുത്തു. നിങ്ങൾക്ക് അത് സമ്മാനം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഇവൻ തന്നെ തിരിച്ചെടുത്ത് സമ്മാനം കൊടുക്കണം എന്ന് പറഞ്ഞ് നമ്മള് വട്ട വിട്ട് പിടിച്ചപ്പോ ഇത് ഇപ്പൊ ഇട്ട പേരാട്ടോ കൊച്ചിന്. ഇപ്പൊ ഇട്ട പേര് ആലോചിച്ചിട്ട് പേരാ. എന്റെ വൈഫ് പറഞ്ഞ് നമുക്ക് ആ ചടങ്ങിന് പറഞ്ഞാൽ മതി പറഞ്ഞ് രമേ ഇവിടെ പറഞ്ഞ് വേറെ ആരും അറിഞ്ഞിട്ടില്ല. നമ്മൾ കുറച്ചു പേരല്ലാതെ വേറെ ആരും കുഞ്ഞിന്റെ പേര് അറിഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളുടെ പമ്പക്കുട്ടിന് എന്തായാലും ഒരു കുഞ്ഞിന് പമ്പ എന്നുള്ള പേര് അത് ഈ ഫ്ലോറിൽ നിന്നാണ് അത് ഡിക്ലെയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് കേൾക്കുന്നൊരു പേരാണ്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അപ്പോ താങ്ക് യു. അപ്പൊ ഉഷാറാവട്ടെ. പമ്പ മോനോട് ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേരെ. അപ്പൊ ശരി, അച്ഛനെ കിട്ടില്ല, സന്തോഷമായില്ലേ? ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്തൊരു ടീം ട്രിപ്ലസ് ഒന്ന് റെഡി ആയിപ്പോയി. ചറവറ ടീം ട്രിപ്ലസ്. ഈ കോമ്പിനേഷൻ നല്ല രസമുള്ള കോമ്പിനേഷൻ ആണ്. ശ്രീജു ഉണ്ട്, സൈചേട്ടനുണ്ട്, സൂര്യകലയുണ്ട്. ഒരു നല്ല കൈ വരട്ടെ. ആ കുട്ടികൾ ഞാൻ അറിയാതെ വന്ന് കേറിപ്പോയാണ്. ഞാൻ ഇതുവഴി ചാടി ഓടിക്കോളാം. നമ്മുടെ കല്യാണം കഴിച്ചാല് സംഭവം അപ്പോഴത്തെ ആ വെപ്രാളത്തിൽ അങ്ങ് അറിയാതെ. അല്ല, പിന്നെ നീ എന്തിനാണ് വിളിച്ചത്? ഞാൻ കുളിക്കാൻ കയറിയപ്പോ ആരോ ഒളിഞ്ഞു നോക്കി. നിനക്ക് തോന്നിയതായിരിക്കും. തോന്നിയതല്ല, ഞാൻ കണ്ടതാ. എടി, ആ വെന്റിലേഷന്റെ അവിടെ ഒരു വാഴ നിൽക്കുന്നുണ്ട്. വാഴയായിരിക്കും. വാഴ ബീഡി വെച്ചോണ്ടാണോ നിൽക്കുന്നത്? വാഴ ബീഡിയാ? ഞാൻ കണ്ടതോ. യൂരി, എന്റെ ദൈവം, ആരാണോ ചേട്ടാ? ഞാൻ കുളിക്കാൻ കയറിയപ്പോ എനിക്ക് പേടിയായിട്ട് പോയി. പൊന്നേ, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മറന്നുപോവല്ലേ? വെറുതെ ഒരു പ്രത്യേകതയില്ല, പോയി കളരെ പിടിക്കപ്പോ. അയ്യോ, ഞാനാ ഈ രാത്രിയാ. ഇനി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അവൻ നിന്നെ കണ്ടോ? കണ്ടു. നീ കണ്ടെന്ന് അവൻ കണ്ടോ? കണ്ടെന്ന്. പിന്നെ നിക്കത്തില്ല, എപ്പോഴേ പോയിക്കാണ്. നമുക്കിതൊക്കെ അറിയാല്ലേ? അല്ല, നമ്മളിതൊക്കെ നാട്ടിൽ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, അറിയാലോ എന്ന് പറയായിരുന്നു. നിങ്ങൾ പോലീസിനെ വിളിക്കും മച്ചാ. ഇടി, പോലീസ് സ്റ്റേഷനിലൊക്കെ പോയ നേരം വെളുക്കുന്നേരം നമ്മൾ അവിടെ ചെന്നിരിക്കേണ്ടി വരും. അതിനെന്താ? എനിക്ക് ഈ നമ്മുടെ മണിയറെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. മണിയറെ കുറിച്ച് എത്ര സ്വപ്നം കാണാൻ? ഞാൻ എന്തോരം മണിയറാണ്ടിട്ടുള്ള സിനിമയിലൊക്കെ എന്തോരം മണിയറാണ്ടിട്ടുള്ള അതൊക്കെയാണ് വിഷയം. നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിലേക്ക് പോ. അതല്ല, പിന്നെന്തോന്ന്? എനിക്ക് 5-6 കുട്ടികളൊക്കെ വേണമെന്ന് വലിയ ആഗ്രഹമൊക്കെ. 5-6 കുട്ടികൾ വേണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതെ, ആദ്യം ഈ ബോട്ട് കരക്കൊന്ന് അടുക്കട്ടെ.
അത് കഴിഞ്ഞിട്ടല്ലേ 5ന്റെ 6ന്റെ കണക്ക്. ഇത് കറക്കി എടുക്കുമെന്ന് തോന്നുന്നില്ല. പോലീസിനെ വിളിക്കും മനുഷ്യ, എനിക്ക് അറിയണം ആ കള്ളൻ ആരാ. പോലീസ് സ്റ്റേഷനിൽ പോകണം. ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ ദിവസം പോലീസ് അല്ല വിഷയം. പിന്നെന്തോന്ന് ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയല്ലേ. അന്തരാത്രി ഇപ്പൊ എവിടുന്ന് നിങ്ങൾ പോലീസിനെ വിളിക്കുക, എനിക്ക് അറിയണം ആ കള്ളൻ ആരാന്ന്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആ വെന്റിലേഷനിൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു തെർമോക്കോൾ എടുത്ത് ഞാൻ അടച്ചു വെച്ചിരുന്നു, അതാരെ ഇളക്കി കളഞ്ഞത്? ഞാൻ ഇളക്കി കളഞ്ഞു. നീ എന്തിനാ ഇളക്കി കളഞ്ഞത്? എനിക്ക് കുളിക്കുമ്പോ കാറ്റും വെളിച്ചം കിട്ടണം. അപ്പൊ വന്ന് കണ്ടതല്ല, വിളിച്ചു കാണിച്ചതാണ്. എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ആദ്യത്തെ അനുഭവമായത്. എന്റെ വീട്ടിലൊന്നും ഇങ്ങനെ ഒളിച്ചു നോക്കുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതെന്താ സംഭവം? അവിടെ ബാത്റൂം ഇല്ല. അപ്പൊ പിന്നെ നീ എവിടെ കുളിക്കുന്നത്? പഞ്ചായത്ത് കുളത്തില്. ഒരു പഞ്ചായത്ത് കുളത്തിൽ ഒരു പഞ്ചായത്ത് മുഴുവൻ കാണക്കത്ത രീതിയിൽ നിന്ന് കുളിക്കുന്ന എവളാണ് ഒരാൾ വന്ന് ബാത്റൂമിൽ എത്തി നോക്കിയെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് ഓടുന്നത്? അല്ല, എനിക്കൊരു സംശയം, ഇത് ഒരാളായി പോയതുകൊണ്ടാണോ അതോ 10 പേര് കൂടുതൽ വേണമായിരുന്നോ? എന്തായിരുന്നു വിഷയം? വൃത്തിയോട് പറയിപ്പിക്കരുത് എന്നെ കൊണ്ട് കേട്ടോ. നിങ്ങൾ പോലീസിനെ വിളിക്കുന്നുണ്ടോ? നീ ഒന്ന് അടങ്ങടി, ചുമ്മാ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടിട്ട്. എന്റെ ദൈവമേ, എനിക്ക് വയ്യ. എന്റെ കുളിസി മക്കൾ തന്നു കഴിഞ്ഞു സൈഡ് വാരം എന്തെങ്കിലും തുടങ്ങാന്ന് വിചാരിച്ചാൽ അതും നടക്കത്തില്ല. മക്കളെ, ഞാനൊരു ഉമ്മ തന്നു കഴിഞ്ഞാൽ ഇതങ്ങ് തീരുവോ? കത്തിച്ച കുന്തിരിക്കൊണ്ടടുത്ത് ചുണ്ടത്ത് വെക്കും ഞാൻ കേട്ടാ. ഉമ്മയും കൊണ്ട് വന്നിരിക്കണം അവിടെ. ഇവിടെ മനുഷ്യന്റെ കുളിസയും കണ്ട് ആരോ കണ്ടിട്ട് പോയ എന്റെ മാനക്കാട് കൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ കിടന്ന് എന്തുമാത്രം കുളിച്ചിരിക്കുന്നു, ആരെല്ലാം നോക്കിയിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അതുപോലെയാണോ ഞാൻ? അതുപോലെയാണോ? നിങ്ങൾ പോലീസ് കളിക്കാൻ പറഞ്ഞില്ലേ? പോലീസിന്റെ ഒന്നും ആവശ്യമില്ല. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റാണ്, കരയോഗം പ്രസിഡന്റാണ് ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പുള്ളി വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നോക്കും. പോലീസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ചുമ്മാ കിടന്നുണ്ട് പോലീസ്. പ്രസിഡന്റിനെ ഒന്ന് വിളിക്കാം. ഹലോ പ്രസിഡന്റ്, എന്റെ വീട്ടിൽ ചെറിയൊരു പ്രശ്നം. എന്ത് പ്രശ്നമാണെങ്കിലും രാവിലെ നോക്കാം, നല്ല ഉറക്കമാണ്. അല്ല പ്രസിഡന്റ്, എന്റെ ഭാര്യ കുളിച്ചോണ്ടിരുന്നപ്പോ ഒരാൾ എത്തി നോക്കി. ഹലോ പ്രസിഡന്റ്, കേക്കാൻ വയ്യ, വെച്ചിട്ട് പോയെന്ന് തോന്നുന്നു കേട്ടാ. ഹലോ ഇനി പുള്ളി വല്ലതാണോ പെട്ടെന്ന് വന്ന്? ആ കണ്ണതല്ല അല്ലേ? അല്ല, വണ്ടി വിളിച്ച് വന്നായിരുന്നു പ്രസിഡന്റ്. ഇല്ല, പിന്നെ എങ്ങനെ? പുളിസീന്റെ വിഷയം എന്ന് അറിയാനും തള്ളവറിലൊന്നും ഒറ്റ കുതിപ്പായിരുന്നു. നേരെ ഇവിടെയാണ് വന്നു. ഇങ്ങനെ ഒരു പുള്ളിമാനോ? എന്താ പറഞ്ഞേ? പുള്ളി ഒരു വലിയ ആളാണെന്ന് പറയായിരുന്നു. അല്ല പ്രസിഡന്റ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നമ്മുടെ ഈ പഞ്ചായത്തിലുള്ള സുഹുവിന്റെ അമ്മ പാമ്പ് കടിച്ച് മരിച്ചായിരുന്നു. പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടും പ്രസിഡന്റ് വന്നത് 3 ദിവസം കഴിഞ്ഞിട്ടാണ്. ആ പാമ്പ് കടിച്ച വിഷം കയറാൻ കുറഞ്ഞത് 3 മണിക്കൂർ എടുക്കും. കുളിസീൻ അങ്ങനെയല്ല, 10 മിനിറ്റ് കാര്യം തീരും. അതിനുമ്പേ പിടിച്ചു. പ്രസിഡന്റ് ഏത് വാക്കാ പറഞ്ഞോണ്ട് പോകുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് അറിയാവോ? ഇല്ല, ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ ഒരുത്തം വന്ന് എത്തി നോക്കി. ആ കട ഈ പഞ്ചായത്ത് ഇത്ര ദാരിദ്ര്യം? അങ്ങോട്ട് അങ്ങനെയല്ല, ഞാൻ കുളിക്കുമ്പോ ഒരുത്തൻ ഒളിഞ്ഞു നോക്കി. എനിക്ക് കുളിക്കാൻ പോകാൻ പേടിയാണ് പ്രസിഡന്റ്. അതാണ് കുളിക്കാൻ പോകാൻ പേടിയായിട്ടാ. പേടിയാ? അത്രേ ഉള്ളൂ. എവിടെ പോണേ? ഒച്ച കുളിക്കട്ടെ, ഞാൻ നോക്കിയോളാം. പ്രസിഡന്റ്, ആദ്യ രാത്രി ഇങ്ങോട്ട് വന്ന ചുമ്മാ ആവശ്യമില്ലാതെ. എന്താ എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. ഒരാൾ വന്ന് എത്തി നോക്കി ബാത്റൂമിന്റെ അവിടെ. മനസ്സിലായില്ലേ? ഇത് മനഃപൂർവ്വം ഇത് എന്റെ ആദ്യ രാത്രി കൊളാക്കാൻ വേണ്ടി ഏവനെ വന്നതാണ്. പ്രസിഡന്റ്, എനിക്ക് അവനെ ഇപ്പൊ കിട്ടണം. അപ്പൊ ഇവനെന്ത് ചെയ്യും? പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനാ. അങ്ങനെ നമുക്ക് ആലോചിക്കാം. ഞാൻ ഇപ്പൊ ഒരു കരയോഗം പ്രസിഡന്റായിട്ട് ഇവിടെ ഇരിക്കും കാലം, പ്രത്യേകിച്ച് നമ്മളെ ഈ പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ശരിയാ. കാര്യം നമ്മളെ പഞ്ചായത്തോടെ തന്നെ എത്രയോ പെണ്ണുങ്ങൾ കുളിക്കുന്നുണ്ട്. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് അറിയുമ്പോൾ ഞാൻ രാവുന്നില്ല പാലുന്നില്ല അവിടെ ഉണ്ട്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ച് ഇത് ആരോ ഇത് മറ്റേ മനഃപൂർവ്വം പണിഞ്ഞതാണ്. ഈ പഞ്ചായത്തിൽ ആരാണ് ഇങ്ങനെ അനാശാസ്യ പ്രവർത്തനം? ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ലാത്ത. അനാശാസ്യം ഇല്ലെന്നാ? എന്താ ഇങ്ങോട്ടൊക്കെ ആ കുളത്തിന്റെ ഇപ്പുറത്തെ സൈഡിൽ നോക്കിയോക്കാ, ടാങ്കിന്റെ അവിടെ. ബാക്കി ഞാൻ ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഭയങ്കര വിഷയമാണ്. കണ്ടുപിടിക്കും പ്രസിഡന്റ്, എനിക്ക് മനസ്സമാധാനം ഇല്ല. ആലോചിക്കട്ടെ, അത് ഇപ്പൊ പറയും പോലെ അല്ലല്ലോ, നമുക്ക് ആളെ കിട്ടണ്ടേ. അടിക്കല്ലേ, പ്രസിഡന്റ് കണ്ടുപിടിക്കും. ഭയങ്കര പുള്ളിയാ. നമുക്കേ, ഞാൻ പറയണത് ശരിക്കും ഇത് എപ്പോഴാണ് സംഭവം? നമുക്കത് അത് കറക്റ്റ്. ഞാൻ രാത്രി കുളിക്കുമ്പോ വെന്റിലേഷന്റെ പുറത്ത്. അതെ, കുളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. അതല്ലേ ഞാൻ ആലോചിക്കണേ, ഇത് ആരായിരിക്കും? പ്രസിഡന്റ് ഇവിടെ കിടന്ന് ആലോചിക്കട്ടെ. നമുക്ക് അപ്പുറത്തെ മുറി പോയി ചെറിയൊരു ആലോചന. കൈവാക്കുന്ന അങ്ങോട്ട് പോയിക്കോ കേട്ടോ. ഇതന്നെ ആ കിഴങ്ങനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അയാളെ പറഞ്ഞേച്ചേ. അങ്ങനെ പറയില്ല, അങ്ങനെ പാവമാണ്. അങ്ങനെ കണ്ടുപിടിക്കും. അങ്ങനെ എന്തോ അവിടെ കിടന്ന് അങ്ങനെ ഫസ്റ്റ് നൈറ്റ് ആണോ? നിങ്ങൾ അയാളെ പറഞ്ഞേക്കാൻ നോക്കിയേ. പ്രസിഡന്റ്, സംഭവം സമയം എത്രയായി? അല്ല, എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ് സംഭവം. അവള് പറയണത് നാളെ രാവിലെ ആളെ കണ്ടുപിടിച്ചാ പോരെ എന്ന് പറഞ്ഞ ഇപ്പൊ വന്നിട്ട് പോയി. ഇനി പിന്നീട് അവൻ വരില്ലെന്ന് ആര് കണ്ട്? അത് സംഭവം ശരിയാ. നമുക്ക് അത് അങ്ങനെ പ്രസിഡന്റ് പറഞ്ഞാൽ പ്രസിഡന്റ് എന്താണെന്നറിയാവോ? സമയം എത്രയായ സ്ഥിതിക്ക് പ്രസിഡന്റ് ഒന്ന് പോയി തരുമോ? പ്രസിഡന്റ്, നിനക്ക് പറയാൻ വയ്യാത്തോണ്ട് പെണ്ണുങ്ങളെ കൊണ്ട് പറയച്ചേട്ടാ. അങ്ങനെയല്ല, നമുക്ക് നാളെ കണ്ടുപിടിക്കലേ. സമയം എത്രയായി, അതുകൊണ്ടാണ്. ഞാൻ വിടൂല. അവസ്ഥ മനസ്സിലാക്കണം. ഈ സംഭവം ഞാൻ വിടൂല. ഞാൻ പിറകെ ഉണ്ട്. പിണങ്ങല്ലേ പ്രസിഡന്റ്? ഇല്ല, പിണക്കൊന്നുമില്ല. ഞാൻ കണ്ടുപിടിക്കും. വന്നതും നിന്നതും എല്ലാം കിഴങ്ങനായി പോയി. എടിയെ, നാളെ രാവിലെ നമുക്ക് അതിനെ കണ്ടുപിടിച്ചാ പോരെ. നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ?
പിന്നെ ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. അതൊക്കെ മറന്നേക്ക്. പാറു, പ്രകാശ ഒരു മിനിറ്റ്. എന്താ പ്രസിഡന്റ്? ഞാൻ വിടൂലെന്ന് പറഞ്ഞില്ല. ഞാൻ കുറെ നേരം കൊണ്ട് ഇതിനെ പറ്റി ആലോചിച്ചു. എനിക്ക് തോന്നുന്നു പണ്ട് നീ കുളിച്ച് നോക്കിയ സിന്ധുവിന്റെ ഭർത്താവായിരിക്കും ഇത്. ഇങ്ങോട്ട് വന്നേ. എവിടെ വന്നിരുന്നാണ് ഇത് പറയണെന്ന് വല്ല കാര്യമുണ്ടോ? അല്ല, നമുക്കിത് കണ്ടുപിടിക്കണ്ടേ. ഇത് എന്റെ ഫസ്റ്റ് നൈറ്റ് ആണ്. മനസ്സിലായില്ലേ? ഇല്ല, ഞാൻ വിടൂല. എന്റെ പ്രസിഡന്റ് ഉണ്ട്. ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. കേട്ടില്ല. മൊത്തം പൊളിഞ്ഞാലേ. മൊത്തം ഇതുവരെ ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാത്ത ആളാന്ന് പറഞ്ഞ എന്നെ കല്യാണം കഴിച്ച നാട്ടിലെ പെണ്ണുങ്ങളെ കുളിച്ച് മൊത്തം കാണുന്നവരാണ്. അങ്ങനെ അല്ലടി, അങ്ങനെ അല്ല. നമ്മൾ ഇവിടുന്ന് പ്രസിഡന്റിനെ ഇറക്കി വിട്ടായിരുന്നോ? അതിന്റെ പ്രതിഷേധത്തിന് വന്നൊരു പാര പറഞ്ഞിട്ട് പോയാണ്. കണ്ണെന്ന് സത്യമായിട്ടും നല്ലൊരു ദിവസമായിട്ട് ആദ്യത്തെ സത്യം സത്യമായിരിക്കണ്ടേ? അല്ല, ഞാൻ പറഞ്ഞത് ഇനി സത്യമായിട്ടും അങ്ങനെ ഒരു സംഭവം നീ മറന്നേക്ക്. സമയം ഒരുപാട് പൊക്കോണ്ടിരിക്കുകയാണ്. ടെൻഷൻ അടിക്കുന്നത്. ഇന്ന് നമ്മളെ ഫസ്റ്റ് നൈറ്റ് ആണ്. പാറു, പ്രകാശ എന്തിന്റെ പ്രകാശടാ, എന്താ മെമ്പർ? ഞാൻ വേറൊരു ഐഡിയ പറയാം. ആളുടെ ഒരു രൂപം ഉണ്ടെങ്കിൽ ഞാൻ വരയ്ക്കാം. അപ്പൊ പോലീസ് കൊടുത്താൽ പിടിക്കുക എളുപ്പമായിരിക്കും. എന്ത് മണ്ടത്തരമാണ് പറയണത്? എന്ത് മണ്ടത്തരം എന്ന് പറഞ്ഞാൽ നമുക്ക് പാതിരാത്രി ഒരാൾ വന്ന് അവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് അവൾ അത് കണ്ടിട്ടില്ല? രൂപം ചെറിയ പുരികായിരുന്നു. ഞാൻ വരയ്ക്കട്ടെ. അതെന്താന്നറിയോ? വരയ്ക്കട്ടെ. വണ്ണം കുറഞ്ഞ പുരികായിരുന്നു. ഞാൻ വരയ്ക്കാം. അതെന്താന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. അത് ഈ ജനലിൽ കൂടെ നോക്കുമ്പോ പുരിയൊക്കെ കാണാം. ഇങ്ങനെ ഓവൽ ഷേപ്പ് ആയിരുന്നു മുഖം. ഒരാൾ ജനലിൽ കൂടെ നോക്കുമ്പോ മുഖം കാണുമല്ലോ, സ്വാഭാവികം. നീളം മൂക്ക് അങ്ങനെ. നീളം മൂക്ക്, ചുവന്ന ചുണ്ടായിരുന്നു കേട്ടോ. ചുവന്ന ചുണ്ട്. പിന്നെ ഇങ്ങനെ കുഞ്ഞു താടി ഇങ്ങനെ ഇങ്ങനെ തുടങ്ങണ. ഇത് അവൻ ഇങ്ങോട്ട് വന്ന് നോക്കിയാണോ നീ അങ്ങോട്ട് പോയി നോക്കിയാണ്? അവൻ ഇങ്ങോട്ട് വന്ന് നോക്കിയതാ. അവൻ എന്നെ നോക്കുന്നുണ്ടോ എന്ന് നോക്കിയപ്പോ ഇങ്ങനെ കണ്ണും ഇങ്ങനെ ഉടക്കിയായിരുന്നു. അതെന്തിനാ ഉടക്കിയത്? അതുകൊണ്ടാണല്ലോ പ്രസിഡന്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. അങ്ങനെ വരയ്ക്കട്ടെ. വരച്ച് കഴിഞ്ഞിട്ടാണല്ലോ ബാക്കി ഉടക്ക്. അല്ല, ഇതിപ്പോ എന്റെ ആവശ്യമാണല്ലോ. ആരാണെന്ന് അറിയണമല്ലോ. അറിഞ്ഞിട്ടല്ലേ പ്രസിഡന്റ് വരയ്ക്കാൻ അങ്ങോട്ട്. പ്രകാശ, ചൂടാവരുത്. ഞാനൊന്ന് ചൂടാവണേ. വരയ്ക്കാൻ അങ്ങോട്ട്. സംഭവം ഞാൻ വരച്ച് ഞാൻ ആലോചിക്കുന്നതല്ല, ആ ചെറുക്ക ഈ ഒരു കാറ്റഗറിപ്പെട്ടൊരു പയ്യനെ അല്ല. പിന്നെ അവ എന്തിനാണ് ഇവിടെ വന്നെന്നാണ് എനിക്ക് മനസ്സിലായത്. അത് പാവപ്പെട്ട പെയിന്റ് പണിക്കാരൻ നിന്റെ അടുത്ത്. സസ്പെൻസ് വയ്ക്കാതെ നിങ്ങൾ ആരെന്ന് പറയും. എനിക്ക് ടെൻഷൻ അടിച്ചിട്ട് പോയി ആരാണെന്ന് പറ. ഞാനായിട്ടൊന്നും പറയല്ല, നീ എന്നെ നോക്ക്. ഇവനാ? അവൻ തന്നെ. ഇവന് എന്തിന്റെ കേടാ? ഈശ്വരോ, ഇത് കണ്ട. അയ്യോ, ആ സമയത്ത് എന്റെ മൊബൈൽ ഇല്ലാതെ സെൽഫി എടുക്കാൻ ആ കോലത്തില എന്തോന്നടി പറയണത്? അല്ല, ജീവിയാണ്. ചുമ്മാ നിനക്ക് നാണമുണ്ടോ? നീ അവിടെ നിന്ന് വീഡിയോ വലിച്ചെന്നല്ലേ പറഞ്ഞത്? ഈ ചെറുക്കം വീഡിയോ സിഗരറ്റൊന്നും വലിക്കത്തില്ല. ഞാൻ പറഞ്ഞോട്ടെ, ഇത് പ്രസിഡന്റ് തെറ്റുപറ്റിയതോ? ആർക്കാരുന്നാലും തെറ്റുപറ്റുമല്ലോ. ഞാൻ മനഃപൂർവ്വം വരച്ചു തന്നെ. മനഃപൂർവ്വം വരച്ചു. അതെന്തങ്ങനെ? എടാ, ഇവ 5-6 പടത്തിലൊക്കെ അഭിനയിച്ച് പാട്ടൊക്കെ കയറി അങ്ങ് ഹിറ്റ് ആയപ്പോഴേ ഞാൻ ഇവിടെ കരയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചവനെ. 1 ലക്ഷം രൂപ വേണം, പിന്നെ ട്രാവൽ എക്സ്പെൻസും വേണം. അതുകൊണ്ട് ഞാൻ വെറുതെ ഇരിക്കൂ. ഈ സമയത്ത് കയറ്റി വിട്ടാ ഇവ എയർലങ്ങ് പോകും. ബാക്കി സോഷ്യൽ മീഡിയ നോക്കണം. അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. എന്റെ പൊന്നു പ്രസിഡന്റ്, നിങ്ങൾക്ക് വ്യക്തി വൈരാഗ്യം തീർക്കാനുള്ളത് ഏതിയാണോ ഇത്? ഇതെന്റെ ഫസ്റ്റ് നൈറ്റ് അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞ നീയാണ് നിഴലും കണ്ടുകൊണ്ട് ചുമ്മാ നടന്നുകൊണ്ട് ആരാണ് എന്താണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങി പൊക്കോളണം. ഞങ്ങളെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം കേട്ടോ. ഞാൻ പോവാം. ഞാനിത് വിടൂലേ. ഞാനിത് വിടൂല. ഇനി പരിസരത്ത് കണ്ടുപോരുന്നു. വിടൂലേ. ഉമ്മ ജീവെന്നും പറഞ്ഞുകൊണ്ട് ആ ചെറുക്കൻ എവിടെ കിടക്കണമെന്ന് ദൈവമേ. അല്ലെങ്കിൽ തന്നെ ഇവ ഇവിടെയൊക്കെ വരും. സോറി. അത് ഇവിടെ അതൊക്കെ മറന്നേക്ക്. നമ്മുടെ ആദ്യ രാത്രിയാണ്. പാറു, എന്താ? അല്ല, ഈ പാറു ഒന്ന് വിളിക്കുമ്പോ നീ ഓടി മൂലയിൽ പറഞ്ഞു. നിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ വന്നിരിക്കുന്നു എന്ന് നോക്കാൻ വേണ്ടി വന്നതാ. നാണം വന്നോക്ക്, നാണം. പ്രകാശ, എന്നെ അല്ല, എന്നെ വിളിച്ചത്. എന്താ പ്രസിഡന്റ്?
പെട്ടെന്നൊരു ഐഡിയ. എന്താണ് ഐഡിയ? ഒരു 3-4 പേരെ പടവും കൂടെ എന്റെ മനസ്സിലുണ്ട്. വരച്ചു നോക്കാം, ചിലപ്പോ ആരെങ്കിലും ആണെങ്കിലും. എന്റെ പൊന്ന ദൈവമേ, വെടി വെച്ചോനും വിജയമില്ല, വെടി കൊണ്ടോനും വിജയമില്ല, ശബ്ദം കെട്ടോനും മാത്രമാണല്ലോ വിജയം. നിന്നെ ഇന്ന് ഇറങ്ങണ വീട്ടില്. നല്ല കൈഡി വരട്ടെ. കുഴപ്പമില്ലാത്ത സ്കിറ്റായിരുന്നു. നസീർക്ക നന്നായിരുന്നു കേട്ടോ. നന്നായിരുന്നോ? നീ വേദിയിലില്ലെങ്കിലും പ്രസൻസ് നിന്റെ അവിടെ ഉണ്ടായിരുന്നു. ക്യാമിയോ റോള്. അതെ 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 അതെ, പക്ഷേ ഒരു വല്ലാത്ത സാഹചര്യത്തിലായിരുന്നേ ഉള്ളൂ. അതെ അതെ. അതെങ്ങനെ ഇവര് അങ്ങനെയല്ലേ കറക്റ്റ് ആയിട്ട് കണ്ട് നോക്കി വരയ്ക്കുവാണെങ്കിൽ അത് കണ്ണടച്ചാലും പിച്ചു കൊടുത്തേണ്ട വരണ്ട. എന്താ പറ്റിയത്? പ്രസിഡന്റ് വരെയൊക്കെ ഒന്ന് പഠിക്കണം കേട്ടോ. എന്തായാലും രസമുള്ള ഒരു കുഞ്ഞ് ചെറിയ ആദിരാത്രിയായിരുന്നു. ഫസ്റ്റ് നൈറ്റ് നടന്നില്ലെങ്കിൽ പോലും നല്ല രസമുള്ളതായിരുന്നു. കാര്യം ആ ഭർത്താവിന്റെ ഫീലിംഗ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, പ്രസിഡന്റിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, ആ കല്യാണ പെണ്ണിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നല്ല രസമായിട്ട് നിങ്ങൾ വൃത്തിയായിട്ടുള്ളത് ചെയ്തു കേട്ടോ. കുറ്റം പറയാനായിട്ടുള്ള ഭാഗങ്ങളൊന്നും അതിൻ്റെ അകത്ത് അവിടെ എവിടെയായിട്ട് കണ്ടില്ല. ചിരി ഇതിന് വേണ്ട രീതിയിലുള്ള ചിരിയും ഉണ്ടായിരുന്നു. ഒരുപാട് പൊട്ടിച്ചിരി ഇല്ലെങ്കിലും ആ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ചിരികളും ഉണ്ടായിരുന്നു. നന്നായിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. നന്നായിട്ടുണ്ടാ, നന്നായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ആദ്യരാത്രിയെ കുറച്ചേ ഉണ്ടായിരുന്നു, അന്ന് കട്ടിലൊക്കെ ഉള്ളെങ്കിലും വേറൊരു ഫോക്കസ് വേറൊരു സ്ഥലത്തേക്കായിരുന്നു. കുളി മുറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം, പടം വരക്കണത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ വ്യാപമെന്ന്. കാരണം ഞാൻ ഉദ്ദേശിച്ചത് കുറ്റിത്താടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീജുവിൻ്റെ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചത്. അല്ലേ? എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പ്രതീക്ഷ മുഴുവൻ അങ്ങനെ ആയിരുന്നിട്ടാ. ഇവര് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ നിങ്ങൾ അവിടെ നിന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മളെയൊക്കെ അത് ഭയങ്കര ബ്രില്യൻറ്റ് പരിപാടിയായിരുന്നു. കാരണം അത് കറക്റ്റ് സാധനമായിരുന്നു. കാരണം നമ്മളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചു പോയി. പിന്നെ നമ്മുടെ സൂര്യ വന്ന് ഓടി നിൽക്കുന്ന ആ സോങ്, ആ സാധനമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ക്ലൈമാക്സിൽ പറഞ്ഞോണം നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് കുറഞ്ഞു പോയെന്നോ, അതെ സമയക്കുറവ് പോലെ എനിക്ക് തോന്നി. കുറച്ചും കൂടി ഒന്ന് നീട്ടായിരുന്നു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. സജീഭായ്, വിജുഭായ്, സുരേച്ചി വളരെ കൃത്യതയും വ്യക്തതയോടും കൂടെ എക്സിക്യൂട്ട് ചെയ്തൊരു സ്കിറ്റായിരുന്നു. ക്ലംസിനെസ് ഇല്ലായിരുന്നു. അതായിരുന്നു ഈ സ്കിറ്റിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എല്ലാവരും അവരവരെ ക്യാരക്ടറും അവരവരെ പോർഷൻസും വളരെ കൃത്യമായും വ്യക്തമായും അളന്നു മുറിച്ച് ചെയ്തു. നമ്മൾ ഒരുപാട് ആദ്യരാത്രി സ്കിറ്റുകളും ഒരുപാട് ഹിറ്റായിട്ടുള്ള സ്കിറ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരൊക്കെ ഇങ്ങനെയുള്ള കാര്യത്തിൽ അതിൽ ഏറ്റവും വലിയ രസം ഈ റൂം ഇങ്ങനെ തുറന്നു കിടക്കണം. ഫസ്റ്റ് നൈറ്റ് ഇങ്ങനെ പുള്ളി ആപ്പിൾ കടിച്ചോണ്ട് വരുന്നു. ഇനി മുതൽ ഒന്ന് അടച്ചിടാനെങ്കിലും ശ്രമിക്കുക. ആഗ്രഹം മാത്രം പോരാ. സജീവായി എപ്പോഴും കുറച്ച് ഈ പറഞ്ഞ പോലെ മെച്ചുവേർഡായിട്ട്, വളരെ മെച്ചുവേർഡായിട്ടാണ് ക്യാരക്ടറിനെ സമീപിക്കുന്നത്. ഈ സജീവായി ഒരു കുട്ടിയെ പോലെ ഇങ്ങനെ മറ്റേ ആദ്യരാത്രിയും ഒരു കുട്ടിയെ പോലെ കിടന്ന് കാണിക്കുന്നവരെ കുറച്ചുകൂടെ ഇളകി, ഒരു ന്യൂ കമറെ പോലെ ഇളകി ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലംസിനെസ് ഇല്ലായിരുന്നു. നല്ല വൃത്തിയായിട്ട്, നല്ല ഫീൽ ഗുഡ്. കുളിസീൻ കാണുന്ന ഒളിഞ്ഞ് കാണുന്നതൊന്നും ഫീൽ ഗുഡായിട്ട് തോന്നാൻ പാടില്ല. പക്ഷേ സ്കിറ്റിൽ പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പോൾ അമ്പലക്കുളം ആയാലും കുളിമുറി ആയാലും സ്ത്രീകൾ അവർക്ക് അവരുടെ ഇത് തന്നെയാണ് അല്ലേ. ഇറ്റ്സ് ലൈക്ക് എ ടെമ്പിൾ എന്നാണ് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വിശേഷിപ്പിച്ചിരിക്കുന്നത്. സ്ത്രീകളുടെ ഇത് അവർ ടെമ്പിളിനെ പോലെ സൂക്ഷിക്കുന്നതാണ്. അപ്പം അത് ആരെവിടെ നോക്കിയാലും തെറ്റ് തന്നെയാണ്. എന്തായാലും രസമുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഓൾ ദ ബെസ്റ്റ്. എന്തായാലും ജീവ ഉദ്ഘാടനത്തിന് പൈസ ഇത്തിരി കുറക്കണം. 1.5 ലക്ഷം രൂപ ട്രാവലിങ്ങും. ഇങ്ങനൊരു വള്ളി വരുമെന്ന് പറഞ്ഞായിരുന്നേ കരയോഗം പ്രസിഡന്റ് വണ്ടിക്കാശ് പോലും വേണ്ടായിരുന്നു. മുഴുവൻ നാറ്റിക്കല്ലോ എന്നുള്ളതാ. അതൊരു വലിയ പൊളിറ്റിക്സ് ആണ് ജീവ പറഞ്ഞു പോയത്. വ്യക്തിഹത്യ എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും ആർക്കും സംഭവിക്കാം. അല്ല, അത് ഈ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവായ കാലത്ത് ഒരാൾ വിചാരിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. ഒരാൾ തീർച്ചയായിട്ടും. അപ്പോ എന്നാ പിന്നെ ഐശ്വര്യമായിട്ട് നമുക്ക് മാർക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ മണിക്കുട്ടാ, ഒരു 14,000 രൂപ. 14,000 രൂപ. ഞാൻ ഒരു 15,000 രൂപ. 29,000 രൂപ കൊടുക്ക്. ബാക്കി ഇതാ കുളിമുറിലോട്ട് അയക്ക്. ടോട്ടൽ 60,000 രൂപ. ഓക്കെ, ഹാപ്പിയായി. ഓക്കെ പ്രസിഡന്റ്, എന്നാ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അറിയാലോ ഐശ്വര്യമായിട്ട്. ഇല്ല, എനിക്ക് സംശയമില്ല. ഇല്ല, ഓക്കെ കേട്ടോ, കാണാവേ. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഐറ്റങ്ങളുടെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഗായ്സ്, വീട്ടിൽ പോണം. നന്നായിട്ട് ചിരിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓരോ ദിവസവും സ്കിറ്റിന്റെ ഒരു വെറൈറ്റി നമ്മളെ വല്ലാണ്ട് അത്ഭുതപ്പെടുത്തുന്നു.
ഇങ്ങനൊരു വളർന്നുകൊണ്ടിരിക്കുന്ന ഇങ്ങനൊരു ഷോയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ഇക്ക. ഞങ്ങളെല്ലാവരും ആ ഒരു സമാധാനം, കാര്യം വന്നിരിക്കുന്ന ഓരോരുത്തരും നമ്മുടെ സ്കിറ്റ് കണ്ടെന്ന മനസ്സറിഞ്ഞ് ചിരിക്കുന്ന സന്തോഷത്തിൽ പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുക പറഞ്ഞത് ആ പ്രോഗ്രാമിലായിരിക്കുന്ന ഒരാൾക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. തീർച്ചയായിട്ടും അത് എന്നെ പോലെ നിങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും. എന്നാൽ സമാധാനമായിട്ട് ഉറങ്ങാം. പീച്ചിക്കാരും പോയി നന്നായിട്ട് ഉറങ്ങട്ടെ. നിങ്ങൾ നല്ല ഓഡിയൻസ് ആയിരുന്നു. രണ്ടാമത്തെ തവണയാണ് അവർ, മൂന്നാമത്തെ തവണയാണ് വരുന്നത് അല്ലേ? നല്ലൊരു ഉഷാർ കൈഡി നിങ്ങൾക്ക് തന്നെ. നമുക്ക് ഉഷാറായിട്ട് ഫ്രഷ് ആയിട്ട് ഇതിൽ കൂടുതൽ സ്കിറ്റുകളും ഇതിൽ കൂടുതൽ ചിരികളുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.